ഇനി ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇടാനുള്ളൊരു വളമാണ് DAP. ജസ്റ്റ് കാണിച്ചു തരാം. DAP അല്ലെങ്കിൽ DAP എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ബൊഗൈൻവില്ലയിൽ വെള്ളം നനയ്ക്കുമ്പോൾ പൂക്കളിൽ അധികം വെള്ളം കൊള്ളിക്കാതെ നമ്മുടെ ചട്ടിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വെയിലും സൂര്യപ്രകാശം അടിച്ചാൽ മാത്രമേ ബൊഗൈൻവില്ലകൾ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ബൊഗൈൻവില്ലാസ് ഇതുപോലെ ചട്ടിയിൽ വളർത്തുമ്പോൾ വളങ്ങളൊക്കെ തീരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്ര അധികം വളങ്ങൾ നമ്മൾ പിന്നെയും ഇട്ട് പൂക്കൾ ഉണ്ടാവാനുള്ള ടെൻഡൻസി നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇത്രയും ചട്ടികൾ ഇരിക്കുന്നത് മതിലിൻ്റെ ഒരു സപ്പോർട്ടിലും പിന്നെ ഒരു ആംഗ്ലറിൻ്റെ ഒരു സപ്പോർട്ടും ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ടിലാണ് ഇത്രയും ചെടിച്ചട്ടികൾ ഇരിക്കണത്. അത് ചെറിയൊരു ഐഡിയയിൽ ചെയ്ത് നോക്കിയതാണ്. എന്നാലും വർഷാവർഷം ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ട വരാറുണ്ട്. ഞാൻ മതിലിനും പെയിൻ്റ് അടിക്കും, ചട്ടിക്കും പെയിൻ്റ് അടിക്കാറുണ്ട്. കഴിഞ്ഞ കൊല്ലത്ത് അത്ര ഒന്നും പൂത്തിട്ടില്ല, ഇനിയും പൂക്കാനേ ഉള്ളൂ. ഇടയ്ക്ക് പിന്നെയും ഒരു മഴയൊക്കെ പെയ്തില്ലേ, അപ്പോൾ പിന്നെയും പൂക്കൾ കുറേ കൊഴിഞ്ഞു പോകണ്ടേ. ഇതുവരെ കമ്പുകളൊന്നും പ്രൂൺ ചെയ്യാത്തവരൊന്നും ഇനി കട്ട് ചെയ്യാനോ പ്രൂൺ ചെയ്യാനോ നിൽക്കണ്ട. കാരണം അതിൻ്റെ സമയം ഓൾറെഡി കഴിഞ്ഞു. ഇനി പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതൊക്കെയില്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നുള്ളിക്കളയാന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ബൊഗൈൻവില്ലാസിന് ഇതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പറയില്ലേ കൂടിപ്പോയ അമൃതും വിഷമാണെന്നൊക്കെ. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ശരി, ഓക്കെ ബൈ.